നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19, 2026 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഫോറക്സ് റിസർവിന്റെ റിസൾട്ടിനെ കുറിച്ച് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇൻഫോസിസിന്റെ Q3 ഏർണിംഗ്സ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് സർപ്രൈസ് ആയിട്ട് വന്നതിനെ തുടർന്ന് മാത്രമല്ല വെള്ളിയാഴ്ച പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട മറ്റുള്ള കാരണങ്ങൾ മൂലവും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും അവ നിലനിർത്താനായില്ലെങ്കിൽ കൂടിയിട്ടും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4346.13 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3935.31 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,900 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതേസമയം നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാകണമെങ്കിൽ 25,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അവസാന 5 ട്രേഡിംഗ് സെഷനിലും ഈ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും ആയതിനാൽ തന്നെ ഇന്നും നിഫ്റ്റി ഈ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള വ്യാപാരമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. L&T മൈൻട്രി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, സിയറ്റ്, ഹഡ്സൺ അഗ്രോ പ്രോഡക്ട്സ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ തുടങ്ങി ഒട്ടനവധി കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്ന് ലൈനപ്പും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ജനുവരി 9 വരെയുള്ള ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് 2026 ജനുവരി 9 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $392 മില്യൺ ഉയർന്നുകൊണ്ട് $687.19 ബില്യൺ ആയിട്ട് ഉയർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7:30 ചൈനയിൽ നിന്നും Q4 GDP ഗ്രോത്ത് റേറ്റിന്റെയും കൂടാതെ ഡിസംബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെയും ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള റിലീസ് ഉണ്ട്. കൂടാതെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി കാനഡയിൽ നിന്നും ഡിസംബർ മാസം ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയറിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. കഴിഞ്ഞ വീക്കെൻഡില് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട യുഎസിന്റെ നടപടികളെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ 10% അധിക താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെ കടുത്ത ചർച്ചകൾ ഉണ്ടാകുമെന്ന് ലോക സാമ്പത്തിക ഫോറം മേധാവി മുന്നറിയിപ്പ് നൽകുകയുമുണ്ടായി. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 1%, വിപ്രോ ADRന് 7.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരികയുമുണ്ടായി. അതേസമയം HDFC ബാങ്കിന് 0.5%, ICIC ബാങ്ക് ADRന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റില് S&P 500ന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഡോ ജോൺസ് ഫ്യൂച്ചറും 0.5% അഥവാ 310 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%, കൊറിയൻ മാർക്കറ്റ് 0.5%-യും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5% ഇടിവും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.25% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $63.95 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.08 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ
$9 ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. തൽഫലമായി $4,675.30 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.65 എന്ന നിലയിലും മാക്സ് പെയിൻ 25,750 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി ലൈക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും മാത്രമല്ല വീക്ക്ലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല മിഡ് ഡേ മൂവിംഗ് ആവറേജിന്റെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല RSIയും 40 എന്ന ലെവലിന് അടുത്തായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.06 എന്ന നിലയിലേക്കും മാക്സ് പെയിൻ 59,800 എന്ന ലെവലിലേക്കുമായിട്ട് എത്തിച്ചേർന്നു. തൽഫലമായി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 61.43 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. തൽഫലമായി ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജിയോ പ്ലാറ്റ്ഫോംസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 11.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12.7% വളർച്ച രേഖപ്പെടുത്തി. ആവറേജ് റവന്യൂ പെർ യൂസറിലും 5.1% വർധനവും റിപ്പോർട്ട് ചെയ്തു. വിപ്രോ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റില് 7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ IT സർവീസസ് റവന്യൂവില് 4.9% വളർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ ₹6 പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും ബോർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടെക് മഹേന്ദ്ര പ്രോഫിറ്റിൽ 14.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 8.3% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. IDBI ബാങ്ക് പ്രോഫിറ്റിൽ 1.4% വളർച്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 24% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. യൂക്കോ ബാങ്ക് പ്രോഫിറ്റിൽ 15.8% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 11.3% വർധനവ് രേഖപ്പെടുത്തി. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പ്രോഫിറ്റിൽ 19.3% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 5% ഉയർച്ച രേഖപ്പെടുത്തി. L&T ഫൈനാൻസ് പ്രോഫിറ്റിൽ 17.9% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 13.4% വർധനവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. വേദാന്ത മിനിമം ഉൽപാദനത്തിലും വിതരണ ലക്ഷ്യങ്ങളിലും കുറവുണ്ടതായി ആരോപിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒഡീഷ സർക്കാരിൽ നിന്ന് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ESL സ്റ്റീലിന് 1,255.37 കോടി രൂപയുടെ 2 ഡിമാൻഡ് നോട്ടീസുകൾ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് പവർ ട്രാൻസ്ഫോമറുകൾ വിതരണം ചെയ്യുന്നതിനായി കമ്പനിക്ക് 900 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. റെയിൽ വികാസ് നിഗം 87.5 കോടി രൂപയുടെ പുതിയ ഓർഡർ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുമുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.